നമസ്കാരം. ജൂൺ 4-ന് ആരായിരിക്കും ഇന്ത്യയിൽ അധികാരത്തിലെത്തുക? നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വാർത്താ മാധ്യമങ്ങളും മറ്റും ഗ്രൗണ്ടിൽ നടത്തുന്ന റിപ്പോർട്ടിംഗ് പരിശോധിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഏകദേശ കണക്കുണ്ട്. വളരെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള അത്തരത്തിലുള്ളൊരു വിശകലനമാണ് ഈ വീഡിയോയിൽ നടത്താൻ പോകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ ആഗ്രഹങ്ങളോ ഒന്നും കടന്നുകൂടിയിട്ടില്ല. വളരെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു കണക്കെടുപ്പാണ്. അതുകൊണ്ട് തന്നെ പലരും മനസ്സിലാക്കി വെക്കുന്ന അല്ലെങ്കിൽ നിലവിലുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ട്രെൻഡുകൾക്കെതിരെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കണക്കുകൾ. ഓരോ സംസ്ഥാനത്തും ആകെ എത്ര സീറ്റുകളുണ്ട്, അവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി എത്ര സീറ്റുകൾ നേടും, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി എത്ര സീറ്റുകൾ നേടും എന്നിങ്ങനെ വളരെ കൃത്യമായിട്ട് വളരെ ചുരുങ്ങിയ രീതിയിലുള്ളൊരു വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. പവർ സ്റ്റേറ്റ്സ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ കണക്ക് തുടങ്ങാം. ഉത്തർപ്രദേശാണ് ആദ്യം. ആകെയുള്ളത് 80 സീറ്റ്. നിലവിൽ 62 സീറ്റും BJPയുടെയും സഖ്യകക്ഷികളുടെയും കയ്യിലാണ്. അവിടെ ഇന്ത്യ മുന്നണിക്ക് 13 സീറ്റും NDA മുന്നണിക്ക് 67 സീറ്റും കിട്ടാനാണ് സാധ്യത. മഹാരാഷ്ട്രയിലേക്ക് വരാം. 48 സീറ്റാണ് ആകെയുള്ളത്. നിലവിൽ 41 സീറ്റും BJPയുടെയും സഖ്യകക്ഷികളുടെയും കയ്യിലാണ്. അവിടെ ഇന്ത്യ സഖ്യത്തിന് 18, NDA സഖ്യത്തിന് 30 എന്നാവാനാണ് സാധ്യത. വെസ്റ്റ് ബംഗാളിൽ 42 സീറ്റ്. നിലവിൽ BJPക്ക് ഉള്ളത് 18. അവിടെ ഇന്ത്യ മുന്നണി മമതാ ബാനർജി അടക്കം 25 സീറ്റ്, NDA മുന്നണിക്ക് 17 സീറ്റ്. ബീഹാറിൽ ആകെയുള്ളത് 40 സീറ്റാണ്. അതിൽ 39 ഇപ്പോഴുള്ളത് BJPയുടെയും സഖ്യകക്ഷികളുടെയും കയ്യിലാണ്. അവിടെ ഇത്തവണ ഇന്ത്യ സഖ്യം മുന്നേറ്റമുണ്ടാക്കി 12 സീറ്റ് വരെ നേടാം. BJP അഥവാ NDA മുന്നണിക്ക് 28 സീറ്റ്. തമിഴ്നാട്ടിലെത്തുമ്പോൾ ആകെയുള്ളത് 39 സീറ്റാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസും DMKയും മുന്നേറ്റമുണ്ടാക്കിയ സംസ്ഥാനമാണ്. അവിടെ ഇത്തവണയും ഇന്ത്യ സഖ്യത്തിന് 37 സീറ്റ്. BJPക്ക് അവിടെ സീറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല. മറ്റുള്ളവർ 2 സീറ്റ്. മധ്യപ്രദേശിൽ ആകെയുള്ളത് 29 സീറ്റാണ്. അവിടെ BJP തന്നെയായിരിക്കും മുന്നിൽ. 26 സീറ്റ് അവർ നേടാൻ സാധ്യതയുണ്ട്. ഇന്ത്യ മുന്നണി 3 സീറ്റ്. കർണാടകയിലെത്തുമ്പോൾ ആകെയുള്ളത് 28 സീറ്റാണ്. നിലവിൽ 25ഉം BJPയുടെ കയ്യിലാണ്. അവിടെ ഇത്തവണ കോൺഗ്രസ് മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. 11 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണി അഥവാ കോൺഗ്രസ് നേടാം. BJP NDA എന്നുള്ള സഖ്യത്തിൽ 17 സീറ്റുകളിലേക്ക് ചുരുങ്ങാം. ഗുജറാത്തിൽ ആകെയുള്ളത് 26 സീറ്റ്. അവിടെ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയൊന്നുമില്ല. 26-ൽ 26ഉം BJP തന്നെ നേടും. ആന്ധ്രാപ്രദേശിലുള്ളത് 25 സീറ്റാണ്. അവിടെ TDPയുമായി ചേർന്നിട്ടാണ് BJP മത്സരിക്കുന്നത്. അവിടെ അവർ സഖ്യ മത്സരത്തിലൂടെ 12 സീറ്റ് വരെ നേടാം. ഇന്ത്യ മുന്നണി ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങും. YSR കോൺഗ്രസ് 12 സീറ്റ് വരെ നേടാം. രാജസ്ഥാനിൽ ആകെയുള്ളത് 25 സീറ്റാണ്. BJP തന്നെയായിരിക്കും മുന്നിൽ. 19 സീറ്റ് അവർക്ക് സാധ്യതയുണ്ട്. 6 സീറ്റിൽ കോൺഗ്രസിന് സാധ്യതയുണ്ട്. ഒഡീഷ എത്തുമ്പോൾ ആകെയുള്ളത് 21 സീറ്റുകളാണ്. അവിടെ ഇന്ത്യ മുന്നണിക്ക് ആകെ 1 സീറ്റിലാണ് വിജയ സാധ്യതയുള്ളത്. 12 സീറ്റിൽ BJPക്ക് സാധ്യതയുണ്ട്. 8 സീറ്റിൽ BJDക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ആകെയുള്ള 20 സീറ്റിൽ 20 സീറ്റും ഇന്ത്യ മുന്നണി നേടും. BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല. തെലങ്കാനയിലുള്ളത് 17 സീറ്റാണ്. അവിടെ ഇത്തവണ കോൺഗ്രസ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. 10 സീറ്റ് വരെ ഇന്ത്യ മുന്നണി നേടും അഥവാ കോൺഗ്രസ് നേടും. 6 സീറ്റ് BJP നേടാൻ സാധ്യതയുണ്ട്. 1 സീറ്റ് AMMIMും നേടും. ആസാമിൽ 14 സീറ്റുകളാണുള്ളത്. നിലവിൽ 9 സീറ്റും BJPയുടെ പക്കലാണ്. അവിടെ കോൺഗ്രസ് 3 സീറ്റ് നേടാം. 10 സീറ്റ് BJP നേടും. ജാർഖണ്ഡിൽ 14 സീറ്റുകളാണുള്ളത്. 6 സീറ്റിനാണ് ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുള്ളത്. 8 സീറ്റുകളിൽ BJP അഥവാ NDA മുന്നണിക്കാണ് സാധ്യത. പഞ്ചാബിൽ ആകെയുള്ളത് 13 സീറ്റാണ്. അതിൽ 11 സീറ്റ് ഇന്ത്യ മുന്നണി അഥവാ കോൺഗ്രസിനും ആപ്പിനുമായിട്ട് കിട്ടും. 1 സീറ്റ് BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഛത്തീസ്ഗഡിൽ ആകെയുള്ളത് 11 സീറ്റാണ്. അതിൽ 3 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുണ്ട്. 8 സീറ്റുകളിൽ BJP ജയിക്കാനാണ് സാധ്യതയേറെ. ഹരിയാനയിൽ 10 സീറ്റുകളാണ് ആകെയുള്ളത്. അതിൽ 10 സീറ്റും നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അവിടെ ഇത്തവണ BJPക്ക് ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. 6 സീറ്റുകളിലെ അവർ ജയിക്കാൻ സാധ്യതയുള്ളൂ. 4 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കാണ് വിജയപ്രതീക്ഷ. ഡൽഹിയിലെ 7 സീറ്റുകളിൽ 5 സീറ്റുകളിലും BJP തന്നെ ജയിക്കാനാണ് സാധ്യത. ആപ്പും കോൺഗ്രസും ചേർന്നുള്ള സഖ്യം കൊണ്ട് 2 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ജയിച്ചേക്കാം. ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും അരുണാചൽ പ്രദേശും ഗോവയും അടക്കമുള്ള സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീർ അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം ചേർന്ന് ബാക്കിയുള്ളത് 38 സീറ്റുകളാണ്. ഇതിൽ ഇന്ത്യ മുന്നണിക്ക് 10 മുതൽ 12 വരെ സീറ്റുകളിലാണ് സാധ്യത.
NDA മുന്നണിക്ക് 18 മുതൽ 20 സീറ്റുകളിലും മറ്റുള്ളവർക്ക് 6 സീറ്റിലും. അവസാന കണക്കുകളിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA തന്നെ അധികാരത്തിൽ തുടരാനാണ് സാധ്യത. 303 മുതൽ 315 വരെ സീറ്റുകൾ അവർ നേടിയേക്കാം. ഇതിൽ BJPക്ക് 260 മുതൽ 275 സീറ്റുകൾ വരെ കിട്ടും. ഇന്ത്യ മുന്നണിക്ക് 198 മുതൽ 210 സീറ്റുകൾ വരെയാണ് സാധ്യതയുള്ളത്. കോൺഗ്രസിന് 88 തൊട്ട് 100 വരെ സീറ്റുകളായേക്കാം. കഴിഞ്ഞ തവണ 52 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഏകദേശം അത് ഇരട്ടിയാക്കി 100-നടുത്ത് വരെ എത്താനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, വളരെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു വിശകലനമാണ് ഇവിടെ നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാധീനവും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലും വർഗീയ പ്രചരണവും എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഏകദേശമെങ്കിലും ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ് നടന്നിട്ടുള്ളത് എന്ന ധാരണയോടെയുള്ള ഒരു വിശകലനം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു സീറ്റ് നില വരാനാണ് സാധ്യതയുള്ളത്. ഇനി അതല്ല, തീർത്തും സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത് എങ്കിൽ നമ്മളിപ്പോൾ ഈ TV-യിലും മറ്റിടങ്ങളിലും എല്ലാം കാണുന്ന അടിസ്ഥാന ജനങ്ങളുടെ പ്രതികരണം വോട്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ജൂൺ 4-ന് അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു.